ഒരാഴ്ചക്കാലം നടന്ന സംഭവ വികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. RCB വിജയാഘോഷത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 11 പേർ മരിച്ചതും കൊച്ചി പുറംകടലിൽ മുങ്ങിയ MSC എൽസ 3 എന്ന കപ്പലിലെ കണ്ടെയ്നറുകളിൽ എന്തൊക്കെ വസ്തുക്കളാണ് ഉണ്ടായിരുന്നതെന്ന വാർത്തയുമാണ് ഈ ആഴ്ചയിലെ സംഭവ വികാസങ്ങൾ. RCB വിജയാഘോഷത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 11 പേർ മരിച്ച സംഭവത്തോടെ ഇന്ത്യൻ കായിക ചരിത്രത്തിലെ കറുത്ത ദിനമായി മാറുകയായിരുന്നു ജൂൺ 4. സംഭവത്തിൽ 47 പേർക്ക് പരിക്കേറ്റുവെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. വിധാൻ സൗദ മുതൽ വിജയാഘോഷം നടന്ന ചിന്നസ്വാമി സ്റ്റേഡിയം വരെ 4 ലക്ഷത്തോളം പേർ വിക്ടറി പരേഡ് കാണാൻ അണിനിരന്നിരുന്നു. ഇതിൽ 3 ലക്ഷത്തോളം പേർ മാത്രം സ്റ്റേഡിയത്തിനുള്ളിലും പുറത്തുമായി ഉണ്ടായിരുന്നത്. ഇതോടെ ദുരന്തഭൂമിയായി ചിന്നസ്വാമി സ്റ്റേഡിയം മാറുകയായിരുന്നു. കായിക ചരിത്രത്തിൽ ഇത്തരത്തിൽ നിരവധി അപകടങ്ങൾ ഇതിനു മുൻപും സംഭവിച്ചിട്ടുണ്ട്. 1980 ഓഗസ്റ്റ് 16-നായിരുന്നു ഇന്ത്യൻ കായിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്ത ദിനം. കൊൽക്കത്തയിൽ നടന്ന ഫുട്ബോൾ ലീഗിനിടെയായിരുന്നു സംഭവം. ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ സീനിയർ ഡിവിഷൻ ലീഗ് മത്സരത്തിൽ കാണികൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ തിക്കിലും തിരക്കിലും പെട്ട് 16 പേരാണ് അന്ന് മരിച്ചത്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് മുന്നിലെ അപകടത്തിൽ 11 പേർ മരിച്ച സംഭവത്തിൽ RCB മാർക്കറ്റിംഗ് വിഭാഗം മേധാവി നിഖിൽ സോസലയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ DNA വൈസ് പ്രസിഡന്റ് സുനിൽ മാത്യു, കിരൺ, സുമന്ത് എന്നിവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. RCBയുടെ ആദ്യ IPL കിരീട നേട്ടത്തിന് പിന്നാലെ താരങ്ങളെ കാണാൻ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് കൂട്ടത്തോടെ തള്ളിക്കയറാൻ ശ്രമിച്ചവരാണ് അപകടത്തിൽപ്പെട്ടത്. കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ, RCB ടീം മാനേജ്മെന്റ്, ഇവന്റ് മാനേജ്മെന്റ് കമ്പനി, DNA എന്റർടൈൻമെന്റ് നെറ്റ്വർക്ക് എന്നിവർക്കെതിരെ കുറ്റകരമായ അനാസ്ഥയ്ക്ക് പോലീസ് കേസെടുത്തിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണറെയും സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന 4 പോലീസ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു. അതേസമയം ആരാധകരെ നിയന്ത്രിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ തുറന്നു സമ്മതിച്ചു. ഇതിനിടെ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് RCB 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പരിക്കേറ്റവർക്കും ധനസഹായം നൽകും. വിധാൻ സൗദയ്ക്കു മുന്നിൽ വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ള RCB താരങ്ങളെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അനുമോദിക്കുന്നതിനിടെയാണ് സ്റ്റേഡിയത്തിനു മുന്നിൽ ദുരന്തമുണ്ടായത്. പരമാവധി 40,000 പേരെ ഉൾക്കൊള്ളാവുന്ന സ്റ്റേഡിയത്തിന് പുറത്ത് 2 ലക്ഷത്തിലധികം ആളുകൾ എത്തിയതാണ് ദുരന്തത്തിന് ഇടയാക്കിയതെന്നാണ് അധികൃതർ പറയുന്നത്. ടിക്കറ്റ് മുഖേന നിയന്ത്രിച്ചതിനാൽ സ്റ്റേഡിയത്തിലെ 3 ഗേറ്റുകൾക്ക് മുന്നിലും ആരാധകർ തടിച്ചുകൂടിയിരുന്നു. ഗേറ്റുകൾ തുറന്നപ്പോൾ ഉള്ളിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ചവരെ നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി വീശിയെങ്കിലും ഫലമുണ്ടായില്ല. ഇതിനിടയിലാണ് ദുരന്തം സംഭവിച്ചത്. സംഭവത്തിൽ സ്വമേധയാ കർണാടക ഹൈക്കോടതി കേസെടുത്തു. അതേസമയം അപകടത്തെപ്പറ്റി അന്വേഷണം നടത്തി 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉത്തരവിട്ടിട്ടുള്ളത്. മരിച്ചവരിൽ ഭൂരിഭാഗവും യുവാക്കളാണ്. 35,000 പേരെ ഉൾക്കൊള്ളാനാകുന്ന ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് 3 ലക്ഷം പേരാണ് എത്തിയത്. ചൊവ്വാഴ്ച നടന്ന മത്സര വിജയം ആഘോഷിക്കാൻ ബുധനാഴ്ച പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ഇത്രയധികം ആളുകൾ എത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ലെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. Taken a decision to entrust the tragedy yesterday happened to the one-man judicial commission headed by the retired High Court Judge of Karnataka, Justice Michael Kuna. And you have told the Commission
give the report in 30 days. In 30 days. And I also instructed DGP of the state and DGP and IGP of the state to arrest immediately the RCB representative, the DNA event managers, and the person representing KSCA, Karnataka State Cricket Association. കൊച്ചി പുറംകടലിൽ മുങ്ങിയ MSC എൽസ 3 എന്ന കപ്പലിലെ കണ്ടെയ്നറുകളിൽ എന്തൊക്കെ വസ്തുക്കളാണ് ഉണ്ടായിരുന്നത് എന്നതിന്റെ പൂർണ്ണ പട്ടിക കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു. കാൽസ്യത്തിന്റെയും കാർബണിന്റെയും സംയുക്തമായ കാൽസ്യം കാർബൈഡാണ് 13 കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത്. ഇത് വെള്ളവുമായി ചേർന്നാൽ അസറ്റലിൻ വാതകമുണ്ടാകും. അത് പെട്ടെന്ന് തീപിടിക്കാൻ സാധ്യതയുള്ളതാണ്. ഇതിൽ 8 എണ്ണം മുങ്ങിയ കപ്പലിന്റെ അകത്തെ അറയിലും ബാക്കിയുള്ളവ പുറത്തുമായിരുന്നു. കപ്പൽ പരിശോധിക്കാൻ കമ്പനി അധികൃതർ എത്തിച്ചേർന്നിരുന്നു. കസ്റ്റംസിന് കൈമാറിയ പട്ടികയിൽ 4 കണ്ടെയ്നറുകളിൽ പണം ആണെന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ പിന്നീട് നടന്ന പരിശോധനയിൽ ഇത് കശുവണ്ടിയാണെന്ന് വ്യക്തമായി. കാൽസ്യം കാർബൈഡും പോളിമർ അസംസ്കൃത വസ്തുക്കളും മാത്രമാണ് അപകടകാരിയായി കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നത്. പോളിമർ അസംസ്കൃത വസ്തുക്കൾ പ്ലാസ്റ്റിക് പേന മുതൽ കസേര വരെയുള്ള വസ്തുക്കൾ നിർമ്മിക്കുവാനുള്ള അസംസ്കൃത വസ്തുക്കളാണ്. മുഖ്യമായും പെട്രോളിയം ഉൽപ്പന്നങ്ങളായ ഇവയെ വിവിധങ്ങളായ മോൾഡിംഗ് പ്രക്രിയകളിലൂടെയാണ് മേൽപ്പറഞ്ഞ നിത്യോപയോഗ വസ്തുക്കളാക്കി മാറ്റുന്നത്. തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പോളിപ്രോപ്പിലീൻ തരികൾ ഭക്ഷിക്കുന്നത് ജലജീവികളുടെയും പക്ഷികളുടെയും ജീവനെ ഭീഷണിയാണ്. 46 കണ്ടെയ്നറുകളിൽ തേങ്ങയും കശുവണ്ടിയും നട്ട്സുമായിരുന്നു. 39 കണ്ടെയ്നറുകളിൽ കോട്ടൺ, 71 കണ്ടെയ്നറുകളിൽ സാധനങ്ങളില്ല. 60 കണ്ടെയ്നറുകളിൽ പ്ലാസ്റ്റിക് വസ്തുക്കൾ നിർമ്മിക്കാനുള്ള പോളിമർ അസംസ്കൃത വസ്തുവായിരുന്നു. 87 കണ്ടെയ്നറുകളിൽ തടിയാണ്. 643 കണ്ടെയ്നറുകൾ എന്നാണ് സർക്കാർ വിശദീകരിച്ചത്. പട്ടികയിലുള്ളത് 640 എണ്ണം. ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് കേവലം 14.6 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു കപ്പൽ മുങ്ങിയത്. മഴ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മഴയുടെ പ്രശ്നങ്ങൾക്കിടയിലാണ് ഒരു ചരക്ക് കപ്പൽ അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ടത്. നമ്മുടെ കേരള തീരത്തോട് അടുത്ത് നടന്ന ആ കപ്പൽ അപകടം കേരളത്തെ വലിയ തോതിൽ ആശങ്കയിലാക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും 38 നോട്ടിക്കൽ മൈൽ അകലെ MSC LC 3 എന്ന കപ്പല് ചെരിഞ്ഞതായി 24 വൈകിട്ട് 4 മണിക്കാണ് കോസ്റ്റ് ഗാർഡ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. വിവരം ലഭിച്ച ഉടനെ പൊതുജനങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്കുമുള്ള മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിരുന്നു. 25 കപ്പൽ പൂർണ്ണമായും മുങ്ങി. തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് 14.6 നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ മുങ്ങിയത്. കപ്പലിൽ മൊത്തം 643 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു എന്നാണ് വിവരം. കൊച്ചിയുടെ പുറംകടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിനുള്ളിൽ പരിശോധന നടപടികൾ ആരംഭിച്ചു. ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗും കപ്പൽ കമ്പനിയായ MSCയും ചേർന്നാണ് ദൌത്യം തുടർന്നിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നെത്തിയ മുങ്ങൽ വിദഗ്ധരുടെ സംഘം ആദ്യം കപ്പൽ മുങ്ങിയ സ്ഥലത്ത്
കടലിന്റെ അടിത്തട്ടിൽ പരിശോധന നടത്തി മാപ്പിംഗ് പൂർത്തിയാക്കി. തുടർന്ന് കണ്ടെയ്നറുകൾ പുറത്തെടുക്കും. ഇതിനും കപ്പലിലെ എണ്ണ നീക്കം ചെയ്യുന്നതിനുമായി കപ്പൽ കമ്പനി മറ്റൊരു സ്ഥാപനത്തെ നിയമിച്ചിട്ടുണ്ട്. കപ്പൽ മുങ്ങിയ മേഖല പൂർണ്ണമായും കോസ്റ്റ് ഗാർഡിന്റെ നിരീക്ഷണത്തിലാണ്. മുങ്ങിയ കപ്പലിലെ 13 കണ്ടെയ്നറുകൾ ഉയർത്തുന്നതിനാണ് ആദ്യ പരിഗണന എന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. 13 കണ്ടെയ്നറുകളിലാണ് പ്രശ്നമുള്ളത്. അവ എടുത്തു മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇതിനായി കേന്ദ്ര സർക്കാരിനെ കത്ത് നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര ഏജൻസികളുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുണ്ട്. നിശ്ചിത വേളകളിൽ സർക്കാർ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നുണ്ടെന്നും സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു. ഈ മെയ് മാസം 24-ാം തീയതി നമ്മുടെ തോട്ടപ്പള്ളിയിൽ നിന്ന് ഏതാണ്ട് 10-30 നോട്ടിക്കൽ മൈൽ അകലത്തിൽ ഉണ്ടായ MSC എൽസ കപ്പൽ അപകടത്തിൻ്റെ ഭാഗമായി അതിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ, അതുപോലെ തന്നെ കപ്പൽ പൂർണ്ണമായും കടലിൽ താഴ്ന്ന ഒരു സാഹചര്യത്തിൽ കണ്ടെയ്നർ കുറേ ഒഴുകി ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളുടെ തീരമേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് വേണ്ട തരത്തിൽ തന്നെ പരിശോധിച്ച് അതിൻ്റെ നടപടികൾ നല്ല നിലയിൽ തന്നെ ബന്ധപ്പെട്ടവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി തൊട്ട് അടുത്ത ദിവസം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരുടെ യോഗം കൂടി ആശങ്ക ഉണ്ടാകേണ്ട യാതൊരു സാഹചര്യവുമില്ല, എന്നാൽ ജാഗ്രത വേണം എന്ന തരത്തിൽ ഒരു പ്രസ് റിലീസ് നിങ്ങൾക്കെല്ലാം തരികയുണ്ടായി. എന്നാൽ നമ്മുടെ ചില മാധ്യമങ്ങൾ, ചില നവമാധ്യമങ്ങൾ ജനങ്ങളെ ആകെ ആശങ്കപ്പെടുന്ന രൂപത്തിൽ ഏതോ വലിയ ദുരന്തമുണ്ടായിരിക്കുന്നു, മത്സ്യത്തൊഴിലാളികൾ പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യം ആരും കഴിക്കാൻ പാടില്ല, അത് മുഴുവൻ വിഷാംശമാണ്, അത് മുഴുവൻ മാലിന്യമാണ് എന്ന തരത്തിൽ വ്യാപകമായ പ്രചരണം നടത്തിയതിൻ്റെ ഫലമായി മത്സ്യം വാങ്ങുന്ന ആളുകളുടെ എണ്ണം, ഉപഭോക്താക്കളുടെ എണ്ണം വലിയ തരത്തിൽ കേരളത്തിൽ കുറഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തോട്ട് മത്സ്യം എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളെ ബാധിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായി എന്ത് സംഭവിച്ചു വെച്ചാൽ പരമ്പരാഗതമായി മത്സ്യബന്ധനത്തിൽ പോകുന്ന ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള അങ്ങേയറ്റം തെറ്റായ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു പ്രയാസത്തിൽ നേരിടുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിൻ നടത്തുന്നതിന് അടിസ്ഥാനമുണ്ടോ എന്ന കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനത്ത് പരിശോധിച്ചു. ഒരടിസ്ഥാനവും ഇല്ല. ഇത്തരം തെറ്റായ ക്യാമ്പയിനുകൾ വീടരുത്, ജാഗ്രത മാത്രം മതി. അത് കഴിഞ്ഞ് ഇന്നലെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും ഞാനും കൂടി പങ്കെടുത്ത് ബന്ധപ്പെട്ട വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ ഒരു യോഗം നടത്തി. ആ യോഗത്തിൽ അവരെല്ലാവരും പറഞ്ഞത് ആശങ്കയുടെ ആവശ്യമില്ല, ഇപ്പോൾ കടലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യത്തിന് യാതൊരു കുഴപ്പമില്ല, ആ മത്സ്യം ഗുണഭോക്താക്കൾക്ക് വാങ്ങാം, അത് ഉപയോഗിക്കാം. എന്നാലും അതിന് ശേഷവും ഈ നുണപ്രചരണം വ്യാപകമായി നടക്കുകയാണ്. ഇന്നിപ്പോൾ മത്സ്യമേഖലയിലെ മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ ആവശ്യപ്രകാരം മന്ത്രി എന്ന നിലയിൽ ഞാൻ ഇന്നൊരു യോഗം വിളിച്ചു. അവരെല്ലാവരും പറഞ്ഞത് മത്സ്യം പിടിക്കാൻ പോകുന്ന തൊഴിലാളികളടക്കമുള്ള മത്സ്യത്തൊഴിലാളി നേതാക്കന്മാർ ഇന്ന് യോഗത്തിൽ പങ്കെടുത്തു. ഇത്തരത്തിലുള്ള ഒരാശങ്കയും ഞങ്ങൾക്ക് ഇല്ല. കടലിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന മത്സ്യം ഏറ്റവും ഗുണനിലവാരമുള്ള മത്സ്യമാണ്, അത് ഉപയോഗിക്കുന്നതിന് ഒരു അപകടവും ആർക്കും സംഭവിക്കില്ല എന്ന തരത്തിൽ തന്നെ അവരോട് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആശങ്ക ഉണ്ടാകേണ്ട കാര്യമില്ല. ഇപ്പോൾ കടലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യം ഉപയോഗിക്കാം. തെറ്റായ തരത്തിലുള്ള പ്രചരണങ്ങൾ അവസാനിപ്പിക്കണം. ഗുണഭോക്താക്കൾ മത്സ്യം വാങ്ങുകയും എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയണം. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ദയവ് ചെയ്ത് ഈ കള്ളപ്രചരണത്തിൽ നിങ്ങൾ മാറണം. ഏതെങ്കിലും മാധ്യമങ്ങൾ ഇത് അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോകരുത്, നവമാധ്യമങ്ങൾ പ്രത്യേകിച്ച്. അതുകൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുന്ന തരത്തിലുള്ള സമീപമായിരിക്കും സ്വീകരിക്കേണ്ടത്. കഴിഞ്ഞ ഒരു 6 ദിവസമായി നിരോധനം നിൽക്കുകയാണ്. അപ്പോൾ അതിന് ഏതെല്ലാം ദിവസം നിരോധനം തുടരുമെന്നറിയില്ല. കണ്ടെയ്നറുകൾ ഇപ്പോൾ ഏതാണ്ട് ഒരു 10-39 എണ്ണമാണ് കേരളത്തിൻ്റെ തീരമേഖലയിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിൽ പലതും ഒഴിഞ്ഞ കണ്ടെയ്നറുകളാണ്. അതിൽ ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങളൊന്നും അപകടമുള്ള ഉൽപ്പന്നങ്ങളുമല്ല. അതെല്ലാം മാറ്റുന്നതിന് ഇപ്പോൾ കൊല്ലം തീരത്ത്, ഇപ്പോൾ കളക്ടറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചുള്ളൂ, കൊല്ലം തീരത്തടക്കം കേരളത്തിൻ്റെ ഈ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ തീരമേഖല അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്യുന്ന നടപടി ആരംഭിച്ചു കഴിഞ്ഞു. യുദ്ധകാലാടിസ്ഥാനത്തിൽ നീങ്ങും.
മറിഞ്ഞ കണ്ടെയ്നറുകൾ ഇപ്പോൾ അപകടകരമായ അവസ്ഥയിലേക്ക് മത്സ്യത്തൊഴിലാളിക്കും മത്സ്യം പിടിക്കാൻ പോകുന്നതിന് തടസ്സമായി വന്നതായ കേസുകൾ വന്നിട്ടില്ല. അതാണ് മുഖ്യമന്ത്രിയും ഞങ്ങളെല്ലാം പറയുന്നത്, ജാഗ്രത വേണം. മീൻ പിടിക്കാൻ പോകുമ്പോൾ ഒരു ജാഗ്രത വേണം. കാരണം ഒരു അപകടം ഉണ്ടായി, അപകടത്തെക്കുറിച്ചെല്ലാം പരിശോധിക്കട്ടെ. അപകടത്തിൻ്റെ കാരണങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ പിന്നീട് കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടെ പരിശോധിക്കുക, അന്വേഷിക്കുകയും ചെയ്യണം. ആ നിലയിൽ അപകടം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ജാഗ്രത മത്സ്യത്തൊഴിലാളികളും പുലർത്തണം, ജനങ്ങളാകെ ജാഗ്രത പുലർത്തണം. എന്നാൽ ആശങ്കയുടെ ആവശ്യമില്ല ഇപ്പോൾ ഈ നിമിഷത്തെ സിറ്റുവേഷൻ വെച്ച്. അല്ല, അതൊക്കെ ഓരോരുത്തരും മാനുഷികമായ മനുഷ്യത്വമാണ്. ഇങ്ങനെ നമ്മുടെ ഇവിടുത്തെ പ്രമുഖമായ ഒരു ചാനൽ കൊടുത്തില്ലേ, ഏത് ചാനലാന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് മത്സ്യത്തൊഴിലാളി നേതാക്കന്മാരെല്ലാം ആ ചാനലിനെ പറ്റി ഈ യോഗത്തിൽ പറഞ്ഞല്ലോ. എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത്? നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു വൈകാരികമായ പ്രശ്നമാണ്. നമ്മുടെ നാട്ടിലൊരു ദുരന്തം ഉണ്ടായി, ഒരു കപ്പൽ മുങ്ങി, അതിൻ്റെ കണ്ടെയ്നറുകളിൽ അപകടകരമായ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ, ഉൽപ്പന്നങ്ങളുണ്ടോ, അതെല്ലാം പരിശോധിക്കാനുള്ള നല്ല സംവിധാനം ഈ രാജ്യത്തുണ്ടല്ലോ, ഈ സംസ്ഥാനത്തുണ്ടല്ലോ. അതെല്ലാം അതിൻ്റെ വഴിക്ക് വഴി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്ന ഒരു മത്സ്യത്തിൽ ഒരു തരത്തിലും ഗുണനിലവാരത്തിന് യാതൊരു പോറലേൽക്കാത്ത മത്സ്യമാണ് കേരളത്തിൻ്റെ പിന്നെ മത്സ്യത്തൊഴിലാളി പിടിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. അത് കഴിക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചു. എല്ലാ മത്സ്യത്തൊഴിലാളി സംഘടനകളും, കേരളത്തിലെ എല്ലാ യുവജന സംഘടനകളും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാ സാമൂഹിക സംഘടനകളും, എല്ലാ മതസംഘടനകളും തീരത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഈ മത്സ്യം കഴിക്കാം എന്ന ക്യാമ്പയിൻ വ്യാപകമായി നമുക്ക് നടത്താൻ ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വരുന്ന ദിവസങ്ങൾ അത്തരം ക്യാമ്പയിനുകൾ നടത്തി ആളുകൾക്കിടയിൽ ബോധവൽക്കരണം നടത്തി മത്സ്യത്തൊഴിലാളികളെ പ്രയാസപ്പെടുത്തുന്ന ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിക്കാനുള്ള ശക്തമായ ഇടപെടൽ ഗവൺമെൻറ്റും സംഘടനകളും ജനങ്ങളാകെ നടത്താനാണ് ഞങ്ങളിപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. അത് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അല്ലല്ലല്ല, അത് ഈ കണ്ടെയ്നറുകളെ ഓപ്പൺ ചെയ്യേണ്ട കണ്ടെയ്നറുകളുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യണം. തുറന്ന കണ്ടെയ്നറുകൾ അതിനകത്ത് എന്തെങ്കിലും മാലിന്യം ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് പരിശോധിക്കണം. അതാണല്ലോ ജാഗ്രത. അതിനനുസരിച്ച് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്നുണ്ട്. മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ആ വകുപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വകുപ്പുകളെല്ലാം അതിൽ പിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടം ശ്രദ്ധിക്കുന്നുണ്ട്. ഗവൺമെൻറ് ആകെ ഈ കാര്യത്തിൽ എല്ലാ തരത്തിലുള്ള മോണിറ്ററിംഗ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഒരാശങ്കയുടെ ആവശ്യമില്ല, ജാഗ്രത മാത്രം മതി. മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. കൊല്ലത്ത് ഇപ്പോൾ കളക്ടറോട് സംസാരിച്ചു, മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ ഗവൺമെൻറ് തലത്തിൽ അതിൻ്റെ ആലോചനകൾ നടത്തണമല്ലോ. അതായത് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നാശനഷ്ടങ്ങളെക്കുറിച്ച് പരിശോധിക്കണമെന്ന് അവരുടെ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് വിശദമായ ഒരു കുറിപ്പ് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കാൻ ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ കേന്ദ്രമന്ത്രിയുമായി ഞാൻ സംസാരിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിയുമായിട്ട് സംസാരിച്ചു. ഞാൻ സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ ഒരു കുറിപ്പ് ഞങ്ങൾ ഇന്നത്തെ യോഗത്തിൻ്റെ കൂടി തീരുമാനം വെച്ച് ഫിഷറീസ് വകുപ്പ് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കും. ട്രോളിംഗ് നിരോധനം 9-ാം തീയതി ആരംഭിക്കും. 52 ദിവസമാണ് ഈ വർഷം ട്രോളിംഗ് നിരോധനം നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതെല്ലാവരും യുനാനിമസായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ജില്ലാതലത്തിൽ അതിൻ്റെ കമ്മിറ്റികൾ കൂടെ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ തീരമേഖലയിൽ ഈ ട്രോളിംഗ് കഴിഞ്ഞ 4 വർഷം വിജയകരമായി നടപ്പാക്കിയതുപോലെ തന്നെ ഈ വർഷം ട്രോളിംഗ് വിജയകരമായി നടപ്പാക്കാൻ സംയുക്തമായ തീരുമാനമാണ് എല്ലാ സംഘടനകളും ഒരുമിച്ചിട്ടുള്ളത്. കൊച്ചിയിൽ മുങ്ങിയ കപ്പലിനുള്ളിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്ന രാസവസ്തുക്കളുണ്ടെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ തീരദേശത്ത് ഉൾപ്പെടെ അടിയന്തരമായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ആരോഗ്യ പരിശോധനകൾക്കും സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. മറ്റു പലയിടങ്ങളിലും കപ്പലപകടമുണ്ടായപ്പോൾ വലിയ തുക നഷ്ടപരിഹാരം ലഭിച്ചതിന്റെ കീഴ്വഴക്കമുണ്ട്. ഇതിനൊപ്പം തന്നെ തീരപ്രദേശത്ത് നിരന്തരം ആരോഗ്യ പരിശോധനകൾ ശക്തമാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കപ്പലിൽ നിന്ന് കടലിൽ കലർന്ന രാസവസ്തുക്കൾ ഏത് തരത്തിലാണ് മനുഷ്യ ശരീരത്തിന് ദോഷകരമാകുന്നതെന്ന് കണ്ടെത്തണമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. കേരള തീരത്ത് MSC എൽസ 3 കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് ലഭ്യമായ എല്ലാ വിവരങ്ങളും ജനങ്ങളെ അറിയിക്കണമെന്ന് ഹൈക്കോടതി അറിയിച്ചു. കപ്പലപകടം, കപ്പലിലുണ്ടായിരുന്ന കാർഗോ, കപ്പലിൽ നിന്ന് കടലിൽ വീണ വസ്തുക്കൾ, സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്കും ജീവികൾക്കും ഏൽപ്പിക്കുന്ന ആഘാതം തുടങ്ങിയവയെ സംബന്ധിച്ച് ലഭ്യമായ വിവരങ്ങൾ അറിയിക്കാനാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ചാംദർ, ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചത്. ജീവിതോപാധി നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഉചിതമായ നഷ്ടപരിഹാരം നൽകുക, പരിസ്ഥിതി നാശം തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി മുൻ MP TN പ്രതാപൻ നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെ നിർദ്ദേശം നൽകിയത്. കപ്പൽ മുങ്ങിയ സംഭവത്തിൽ ദേശീയ ഗ്രീൻ ട്രൈബ്യൂണൽ സ്വമേധയാ കേസെടുക്കുകയും അപകടവുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും സർക്കാർ അറിയിച്ചു.
എന്നാൽ കപ്പലപകടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തറിയേണ്ടതല്ലേ എന്ന് കോടതി ആരാഞ്ഞു. സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കപ്പൽ മുങ്ങിയതിനു ശേഷം തീരത്തടിയുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിന് വോളണ്ടിയർമാരെ നിയോഗിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അതും നിലച്ചിരിക്കുകയാണെന്ന് ഹർജിക്കാരനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ചൂണ്ടിക്കാട്ടി. ഇക്കാര്യവും കോടതി പരിഗണിച്ചു. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് നഷ്ടപരിഹാരം നൽകാൻ കപ്പലുടമകൾക്കുൾപ്പെടെ ബാധ്യതയുണ്ട്. എണ്ണ കടലിൽ ചോരുന്നതിനെതിരെ വേണ്ട നടപടി സ്വീകരിക്കാൻ ദുരന്ത നിവാരണ പദ്ധതി പ്രകാരം ഉത്തരവാദിത്തമുണ്ടായിട്ടും ബന്ധപ്പെട്ടവർ നടപടിയെടുത്തിട്ടില്ല. ഇപ്പോൾ കടലിലേക്ക് വീണിട്ടുള്ള കണ്ടെയ്നറുകൾ, ആ കണ്ടെയ്നറുകളെ സംബന്ധിച്ച് പല രൂപത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ട്. അതിനുള്ളിൽ ഉള്ള ഓയിലുകൾ കടലിൽ വീണാൽ സൾഫർ ഉൾക്കൊള്ളുന്നതാണ്, അപകടങ്ങളുണ്ടാക്കാം. ഏതായിരുന്നാലും അത് 1 മണിക്കൂറിൽ 1 കിലോമീറ്ററോളം ഒഴുകി മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ മാറിയാൽ പ്രധാനമായും ആലപ്പുഴ, എറണാകുളം തീരങ്ങളിലുള്ള മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരും തീരദേശവാസികളും അതീവ ജാഗ്രതയോടെ നോക്കിക്കാണേണ്ട വിഷയമാണ്. അത് കഴിഞ്ഞാൽ പിന്നീടത് കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലേക്ക് മാറാം, ഒപ്പം തൃശ്ശൂരിലേക്ക്. അതുകൊണ്ട് കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയോടുകൂടി ആ കാര്യങ്ങൾ നോക്കിയാണ്. മറ്റൊരു ശ്രമം നടക്കുന്നത്, ആ കപ്പലിലുള്ള മറ്റ് കണ്ടെയ്നറുകളെല്ലാം ഇപ്പോൾ വേറൊരു വെസലിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും 28 ഡിഗ്രി ചെരിഞ്ഞതുകൊണ്ടാണ് ക്യാപ്റ്റനെയും എഞ്ചിനീയർമാരെയും മാറ്റി കൃത്യമായി അതിൽ കണ്ടെയ്നർ മാറ്റുന്നതോടൊപ്പം സുരക്ഷാ സംവിധാനങ്ങൾ ജീവനക്കാരെ ആകെ രക്ഷപ്പെടുത്തുന്ന രൂപത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. മറ്റു കാര്യങ്ങളെല്ലാം കൂടുതൽ പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് പറയാം. ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.